നമസ്കാരം. ന്യൂസ് ആൻഡ് വിസിലേക്ക് സ്വാഗതം. വിഭാഗീയതയും വർഗീയ പരാമർശങ്ങളെയും ഉയർത്തി രാജ്യത്തെ വിഭജിക്കുന്ന ഗുരുതരമായ നിയമലംഘനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. സംസ്ഥാനങ്ങളെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ പോലും വ്യാപകമായി ഇത് ചെയ്യുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഭാഗീയതയും പണമൊഴുക്കും ആണ് ഇപ്പോൾ നടക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപദേശങ്ങൾ വിട്ട് നടപടിയിലേക്ക് പോയി എന്നുള്ളത് ഇന്നിൻ്റെ പ്രത്യേകതയാണ്. അതും പരമോന്നത നീതിപീഠം ഇടപെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ. പിന്നെയുമുണ്ട് പ്രശ്നങ്ങൾ. യോഗി ആദിത്യനാഥിനെതിരെ നടപടിയെടുത്തപ്പോൾ മായാവതിക്കെതിരെയും നടപടിയെടുത്ത് കൃത്രിമ സന്തുലിത വരുത്താൻ ശ്രമിച്ചു. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യം ഇതാണ്: ചട്ടലംഘനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നടപടിയിലെ അപാകതയെന്ത്? CPIM-ൽ നിന്ന് ഷിജു ഖാൻ, BSP-യിൽ നിന്ന് സുധാകരൻ IAS, BJP-യിൽ നിന്ന് P. ശ്രീകുമാർ, കോൺഗ്രസിൽ നിന്ന് അനിൽ ബോസ്, ഒപ്പം മാധ്യമ നിരീക്ഷകനായി അജിത് ലോറൻസ്. ചർച്ചയിലേക്ക് പോകുമ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നടപടിയെ സംബന്ധിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപദേശങ്ങളിൽ മാത്രം നിന്നാൽ മതിയോ എന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു പരാമർശം വന്നതിന് ശേഷം യോഗി ആദിത്യനാഥിനും മായാവതിക്കുമെതിരെ വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒരുപക്ഷെ യോഗി ആദിത്യനാഥിനെതിരെ എടുക്കുന്ന ഒരു നടപടി കോമ്പൻസേറ്റ് ചെയ്യാൻ, അതിലെ കൃത്രിമ സന്തുലിത വരുത്താൻ മായാവതിക്കുമെതിരെ എടുത്തതാണോ? അതിൻ്റെ മെറിറ്റ് ഏത് രീതിയിലാണ് പരിശോധിക്കപ്പെടേണ്ടത്? കോടതിയുടെ ഇത്തരത്തിലൊരു ഇടപെടലുകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ നീങ്ങിയത്. രാജ്യം ഇത്രനാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രീതിയിൽ ഇത്തരത്തിൽ രാജ്യത്തെ വിഭജിക്കുന്നുവെന്നും പണാധിപത്യം രംഗം പിടിക്കുന്നുവെന്നും ആക്ഷേപവും ആരോപണവും ഉയർന്ന ഒരു ഘട്ടത്തിലാണ് ഇതേ സംബന്ധിച്ച് ഇങ്ങനെ ഒരു തീരുമാനം രൂപപ്പെടുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയെക്കുറിച്ച് വിശദീകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നാം ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആദ്യം BJP പ്രതിനിധിയായി P. ശ്രീകുമാറുണ്ട്. ശ്രീകുമാറിലേക്ക് തന്നെ ആദ്യം പോകാം. ശ്രീകുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗി ആദിത്യനാഥിന് 3 ദിവസവും മായാവതിക്ക് 2 ദിവസവും വിലക്കേർപ്പെടുത്തി. വിഭാഗീയത വരുത്തുന്ന പരാമർശങ്ങൾ, അതായത് ബജ്രംഗ് ബലി തങ്ങളോടൊപ്പമാണ്, പിന്നീട് വൈറസ് എന്ന് മതങ്ങളുമായി ബന്ധപ്പെടുത്തി രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറയുന്നു. വിഭാഗീയത കൃത്യമാക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ നടത്തുന്നു. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളുടെ ആരോപണം BJPക്ക് നേരെയാണ് ഏറ്റവും കൂടുതലായുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുണ്ടാകുന്നത്. അതിനെ എങ്ങനെയാണ് BJP കാണുന്നത്? ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സംവിധാനമാണ്. ഇത്തരമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിയന്ത്രിക്കാനും അത് തടയാനും വേണ്ടിയുള്ള ഒരു സ്വതന്ത്ര ബോഡിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ, മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും എത്ര വലിയ പ്രധാനമന്ത്രി ആയാലും അവരുടെ പ്രസംഗത്തിലോ പ്രവൃത്തിയിലോ മതവിദ്വേഷം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമുണ്ടായാൽ നടപടിയെടുക്കാനുള്ള അധികാരവും അവകാശമുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ അവർ ചില സമയത്ത് അവർ ആക്ട് ചെയ്യുന്നതിൽ സുപ്രീം കോടതി പോലുള്ള അവരെ ആക്ട് ചെയ്യിപ്പിക്കേണ്ട ഘടകങ്ങൾക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് യോഗി ആദിത്യനാഥിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, മായാവതിക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആർക്കെതിരെ വേണ്ട നടപടിയെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെന്ന് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫെയറായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ അത് തന്നെയാണ് വേണ്ടത്. നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗി ആദിത്യനാഥിനെതിരെ എടുത്ത നടപടിയെ സ്വാഗതം ചെയ്യുന്നു BJP? അല്ല, യോഗി ആദിത്യനാഥിനെതിരെ എന്ത് നടപടിയാണെന്നുള്ളതാണല്ലോ. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാഴ്ചപ്പാടിൽ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നടത്തിയാലും അതിനെ നടപടി എടുക്കണം. അതിനകത്ത് വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല. അപ്പോൾ അത് നടത്തി തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബജറംഗ് ബലി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹനുമാനെന്നാണ്, അതായത് ബജ്രംഗ് ബലിയും അലിയും, അതായത് മുസ്ലിങ്ങളെ പ്രതികരിച്ച അലിയും ബജ്രംഗ് ബലി ഹൈന്ദവ വിഭാഗത്തെയും പ്രതികരിച്ച് പറയുന്നു. ഈ ബജ്രംഗ് ബലി ഹനുമാൻ ദളിതനാണെന്ന് കുറച്ചു നാൾ മുമ്പ് യോഗി ആദിത്യനാഥ് പറയുന്നു. ഈ ഒരു ഘട്ടത്തിൽ ബജ്രംഗ് ബലി ഞങ്ങളോടൊപ്പമാണ്, അലിയായിരിക്കും നിങ്ങളോടൊപ്പം. ഈ തരത്തിലാണ് പ്രസംഗങ്ങളിലെ പരാമർശം. പോരാത്തതിന് മുസ്ലിം ലീഗ് അടക്കമുള്ളവരെ അതിലെ ജാതി തിരിച്ചിട്ട് അതിനെ വൈറസ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു.
ഇങ്ങനെ രാജ്യത്തെ വിഭജിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ട് എന്നതാണ് യോഗി ആദിത്യനാഥിനെതിരെ എടുത്ത നടപടി. അതിനെ BJP സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇവിടെ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ പറഞ്ഞ എന്താണ്, ശബരിമല എന്നുള്ള അക്ഷരം മിണ്ടിപ്പോകരുത്. അപ്പോൾ അത് അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥന്മാരും അവരുടെ ആ കാഴ്ചപ്പാടും അവരുടെ സാഹചര്യം അനുസരിച്ച് കാര്യം നിലപാടെടുക്കും. ഈ കമ്മീഷൻ എടുക്കുന്ന നടപടിയെല്ലാം വലിയ വേദവാക്യമല്ല. ഇപ്പം മായാവതിക്ക് ഇതെടുത്താലും ഇനി യോഗി ആദിത്യനാഥിനെ എടുത്താലും നിങ്ങൾ പറഞ്ഞല്ലോ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞെന്താ, ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മായാവതിക്ക് എടുത്തോന്നാണ്. അപ്പം എല്ലാം ഒന്നും ഫൈനൽ ഫൈൻഡിങ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു നടപടി എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതെന്തോ കുറ്റം പോലെ അല്ല കണക്കാക്കേണ്ടത്. അന്നത്തെ സാഹചര്യത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന് ആ പ്രസംഗം കേട്ടാൽ അല്ലെ അവിടെ നടപടിക്കേണ്ട കലക്ടറുടെ കലക്ടർക്ക് അല്ലെങ്കിൽ അതിന് മേലുള്ള സംസ്ഥാനത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഇതിനകത്ത് എന്തോ സംതിങ് റോങ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതത് നോട്ടീസ് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് തന്നെ 2 ദിവസത്തിന് ബാൻ ചെയ്തിരിക്കുന്നു പോകരുതെന്ന്. അതിലപ്പുറം അതിലെന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ അതിന്റെ മെറിറ്റ് പരിശോധിക്കപ്പെടണം. അതായത് എന്താണോ പറഞ്ഞത് രാജ്യത്തെ വിഭജിക്കാനാണ് ശ്രമിച്ചത്, എന്താണോ ഉന്നയിച്ചത് വിഭാഗീയതയും വർഗീയതയുമാണ് ഉന്നയിച്ചത്. ആ വിഭാഗീയതയും വർഗീയതയും കോടതി വിധികളെയും ദുർവ്യാഖ്യാനം ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന കാര്യം പ്രധാനമന്ത്രിക്കടക്കം ബാധകമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു നടപടി എടുത്ത് കാണുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്യാദി പ്രശ്നങ്ങൾ അതിന്റെ മെറിറ്റിൽ വീണ്ടും വരികയാണ്. ശ്രീകുമാർ, അല്ല, പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടെന്ന് കൈരളി ചാനലിന്റെ ആങ്കർ പറഞ്ഞാൽ പോരല്ലോ. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ പരാതി നിരവധി സംഘടനകൾ നൽകി കഴിഞ്ഞു. അല്ല, അത് പേപ്പർ സംഘടനകൾ കൊടുത്തിട്ടും കാര്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ ചാനലിൽ ഇരുന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ വിരോധത്തിന് വേണ്ടി പറഞ്ഞിട്ടോ കാര്യമില്ല. ഇനി പിണറായി വിജയൻ പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെടണം അങ്ങനെ പ്രധാനമന്ത്രി പറഞ്ഞ തെറ്റുണ്ടെന്ന്. എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ബോധ്യപ്പെടില്ല. യോഗി ആദിത്യനാഥിന്റെ അടുത്ത് നടപടി എടുത്തല്ലോ. അവിടെ BJP ആണല്ലോ ഭരിക്കുന്നത്, അവിടെ കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ. അതുകൊണ്ട് അതൊരു രാഷ്ട്രീയത്തിനകത്ത് കണക്കാക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്ര ബോഡിയാണ്. അവർ നടപടി എടുക്കണം. ഇങ്ങനെ വന്നാൽ നടപടി എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഇത്രയും ബോഡികളുടെ വിശ്വാസ്യത വരുള്ളൂ. അതിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു രീതിയിൽ ഇടപെടുന്നില്ല എന്ന് വ്യക്തമായ തെളിവല്ലേ UP-യിലെ നടപടി. നിങ്ങൾ ആ രീതിയിലല്ലേ സ്വാഗതം ചെയ്താൽ പോലെ. സ്വതന്ത്ര ബോഡിയാണല്ലോ, അതിൽ ഇടപെടാൻ കഴിയില്ല. അതാ പറഞ്ഞേ, സ്വതന്ത്ര ബോഡിയിൽ ഇടപെട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇടപെടും ഇലക്ഷൻ കമ്മീഷനെ നോക്കൂത്തിയാക്കുന്നു പറഞ്ഞ അങ്ങനെ പൂർണ്ണമായും സ്വാതന്ത്ര്യമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ നിരവധി തവണ ശബരിമല ഉപയോഗിക്കുന്നു, മതം ഉപയോഗിക്കുന്നു, സൈന്യത്തിന്റെ പ്രവൃത്തി ഉപയോഗിക്കുന്നു. ഇതൊക്കെ ചട്ടലംഘനമാണ്. അതിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെ ഇതുവരെ എന്തുകൊണ്ട് നടപടി? അല്ല, അത് ചട്ടലംഘനാന്ന് അവർക്ക് തോന്നുന്നില്ല. ചട്ടലംഘനം അല്ല, നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ ചട്ടലംഘനാണെന്ന്. ശബരിമല എന്ന് പറയുമ്പോൾ അതെന്താണ് ചട്ടലംഘനം? സൈന്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ചട്ടലംഘനം? അതിപ്പോൾ നമ്മുടെ ഇവിടെ രാഷ്ട്രീയ മോഡിയോട് എതിർപ്പുള്ള മോഡി വിരുദ്ധന്മാരെ കുറെ പേര് കിടന്ന് പറഞ്ഞുകൊണ്ടൊന്നും ചട്ടലംഘനാകത്തില്ല. അത് മോഡി വിരുദ്ധർക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാനുള്ള സ്വതന്ത്ര ബോഡി അല്ല. യോഗി ആദിത്യനാഥിന്റെ ചട്ടലംഘനമാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നത്? അല്ല, അതുകൊണ്ടാണല്ലോ നടപടി എടുത്തത്. ശരി, ഷിജു ഖാൻ കേൾക്കാമോ? ഷിജു ഖാൻ കേൾക്കാമോ? കേൾക്കാം. അതായത് BJP-ക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അത്രയും ശരിയല്ല. ഒരു സ്വതന്ത്ര ബോഡി ഇപ്പോൾ ഒരു നടപടിയെടുത്തു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയെടുത്തു. അതെന്താണ്? യോഗി ആദിത്യനാഥിനെതിരെയാണ്. അത് യുക്തമായിരിക്കാം. പക്ഷെ പ്രധാനമന്ത്രി അടക്കം മോദിക്കടക്കം എതിരെ നിങ്ങൾ ഒക്കെ ഉന്നയിക്കുന്നത് ആരോപണങ്ങൾ ശരിയല്ല. അങ്ങനെ ഒരു ചട്ടലംഘനം നടക്കുന്നില്ല. അതിന്റെ സാധുതയായിട്ട് അതിന്റെ കാരണമായിട്ട് BJP ചൂണ്ടിക്കാണിക്കുന്നത് അവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തിട്ടില്ലല്ലോ. യോഗി ആദിത്യനാഥിനെതിരെ മാത്രം എടുത്തു, മായാവതിക്കെതിരെ എടുത്തു. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഒരു നിലപാടാണ്. ഇത് ആരോഗ്യപരമാണോ? ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കന്മാരും വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു, വിദ്വേഷജനകമായ പ്രസ്താവനകൾ നടത്തുന്നു, തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നഗ്നമായി ലംഘിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ കർശനമായ നടപടികൾ ഈ വിഷയങ്ങളിൽ സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രസ്താവനകളും, അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടത്തിയ പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ട്, ഒസ്മാനാബാദിൽ നടത്തിയ പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ട്, അസമിൽ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വാസ്തവത്തിൽ കർശനമായ നടപടി ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം. ഇപ്പൊ ഇന്ത്യ ഉപഗ്രഹ വേധ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയും ടെലിവിഷനുകളിൽ വരികയും ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ കർശനമായ നടപടി സ്വീകരിക്കേണ്ട കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താ? ഭൂമിയുടെയും ആകാശത്തിന്റെയും മാത്രമല്ല ബഹിരാകാശത്തിന്റെയും കാവൽക്കാരനാണ്, ചൌക്കീദാറാണ് ഞാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇത്
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കെ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥി കൂടിയായ ഒരാൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനവും പ്രസ്താവനയുമായി കടന്നു വരുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഒരു കാര്യം, അദ്ദേഹം നടത്തിയിട്ടുള്ള പുൽവാമ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം, ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ അടക്കം അതിന് നേതൃത്വം കൊടുത്ത സൈനികരുടെ പേരിൽ നടത്തിയ വോട്ടഭ്യർത്ഥന, ഈ വോട്ടഭ്യർത്ഥനയ്ക്കെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി പോയി. ആ പരാതിയിന്മേൽ കർശനമായ നടപടി സ്വീകരിക്കണം. അവിടുത്തെ ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള വരണാധികാരി സൈനികരുടെ പേരിൽ വോട്ട് ചോദിക്കുന്നത് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് പറഞ്ഞു. മാർച്ച് മാസം 19 ഇലക്ഷൻ കമ്മീഷൻ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കത്തുകൊടുത്തതാണ്. തെരഞ്ഞെടുപ്പിൽ സൈനികരുടെയോ അത്തരം സംഭവങ്ങളോ ചിത്രങ്ങളോ ഉപയോഗിക്കുകയോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുകയോ അത്തരം സംഭവങ്ങൾ പരാമർശിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുകയോ ചെയ്യരുത് എന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഗൈഡ് ലൈൻ ഉണ്ട്. അത് ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, കേരളത്തിലെ തന്നെ ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട് BJPയും RSSും നടത്തുന്ന വ്യാജമായ പ്രചരണം, ആ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസ്താവന, അതെല്ലാം ഗൗരവപൂർവ്വം ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. BJPയുടെ നേതാക്കന്മാർ, ഇപ്പൊ യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസ്താവന, അദ്ദേഹം എത്ര ജനാധിപത്യ വിരുദ്ധമായ പ്രസ്താവനയാണ് നടത്തുന്നത്. മതവിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത്. മേനകാ ഗാന്ധിയുടെ പ്രസ്താവന നമ്മൾ കണ്ടല്ലോ. അവർ പറഞ്ഞത് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ തിരിച്ചും അവരെ സഹായിക്കുന്നതല്ല എന്ന പ്രസ്താവന അവർ പരസ്യമായി നടത്തുകയുണ്ടായി. ഇപ്പൊ ശ്രീധരൻപിള്ള LDFന്റെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി ശ്രീ V. ശിവൻകുട്ടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ആറ്റിങ്ങലിലെ ശ്രീധരൻപിള്ളയുടെ പ്രസംഗം വിദ്വേഷജനകമാണ്. ഇന്ത്യൻ ക്രിമിനൽ നിയമ നടപടി പ്രകാരം കേസെടുക്കേണ്ടതാണ്. SIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഇന്ന് വരും, നാളെ അത് അവസാനിക്കും. പക്ഷേ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാനായുള്ള അവസരമായി ഇത്തരം സംഭവങ്ങളെ ഇവർ കാണുകയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കണം, കർശനമായ നടപടി ഇതിന്മേൽ സ്വീകരിക്കണം. തീർച്ചയായും ഷിജു ഖാനാണ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. BSP സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായ ശ്രീ സുധാകരൻ IAS. അതായത് മായാവതിക്കെതിരെ ഒരു നടപടി എടുക്കുകയാണ്. ആ നടപടിക്ക് കാരണം മുസ്ലിം ജനവിഭാഗങ്ങൾ തങ്ങളുടെ വോട്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ വോട്ട് ഭിന്നിക്കുകയും അത് BJPയെ സഹായിക്കുന്നതിലേക്ക് നീങ്ങുകയും ചെയ്യും. കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്ന അർത്ഥത്തിൽ മായാവതി സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ മുമ്പോട്ട് വെക്കുന്നത് പോലെ യോഗി ആദിത്യനാഥും സംഘപരിവാർ നേതാക്കളും ചെയ്യുന്നത് വർഗീയതയുടെ വിഭജനമാണ് എങ്കിൽ ഇതും ആ പരിധിയിൽ വരില്ലേ? അതോ യോഗിക്കെതിരെ നിലപാടെടുക്കുന്നു, കോടതി ഈ അധികാര പരിധിയെക്കുറിച്ച് ഓർമ്മയില്ലേ, എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. മിനിറ്റുകൾക്കകം കമ്മീഷൻ പെട്ടെന്നൊരു നടപടി എടുക്കുകയാണ് യോഗിക്കെതിരെ. കോമ്പൻസേറ്റ് ചെയ്യാൻ മായാവതിക്കുമെതിരെ എടുക്കുന്നു. അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? അതോ ആര് വർഗീയത പറഞ്ഞാലും അത് വിഭജിക്കാനുള്ള ശ്രമമാണ്, അത് തെറ്റാണ്, ചട്ടലംഘനമാണ്, ഈ അർത്ഥത്തിലാണോ എടുക്കുന്നത്? BSP എങ്ങനെ കാണുന്നു? ഈ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ പറഞ്ഞതുപോലെ, എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ പറഞ്ഞതുപോലെ, അത് ഫ്രീ ആണ്. ഇലക്ഷൻ കമ്മീഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതിനെല്ലാ നടപടികളും എടുക്കാം നിഷ്പക്ഷമായിട്ട്. പക്ഷേ ഈ കാര്യം കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു അത് നിഷ്പക്ഷമാണോ? നേരത്തെ പറഞ്ഞതുപോലെ 3:2. അപ്പം 3 കൊടുക്കാമെങ്കിൽ 2 ഇവിടെയും ഇരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ വാക്ക്, അതിനോട് ഞാൻ യോജിക്കുന്നു. മാത്രമല്ല 2 എന്നുള്ള കാര്യം അതിനകത്ത് ഒന്നുമില്ല. ഇല്ലാത്ത കാര്യത്തിന് 2ആയിട്ട് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഉള്ള കാര്യമാണ്. മുസ്ലിങ്ങളെ ജാതി പറഞ്ഞ് അഭിസംബോധന ചെയ്യുകയും മുസ്ലിം ജനവിഭാഗങ്ങൾ ഇത്തവണ സംഘപരിവാർ ജയിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് കോൺഗ്രസിലേക്ക് പോകാതെ BSPയുടെയും SPയുടെയും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് മതമല്ലേ? എന്ന് പറയുന്നത് വിഭാഗീയതയല്ലേ? സംഘപരിവാർ പറയുമ്പോൾ മാത്രം വിഭാഗീയതയും നിങ്ങളൊക്കെ പറയുമ്പോൾ അത് വിഭാഗീയത അല്ലാതാകുകയും ചെയ്യുന്നത് എങ്ങനെ? അതിന്റെ യുക്തി ഒന്ന് ബോധ്യപ്പെടുത്തൂ. അല്ല, ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞില്ല, ബജ്രംഗ് ബലി എന്ന് പറയുന്നു. അത് ഹനുമാനാണ്. അപ്പം അതേസമയം അലി എന്നുള്ള വാക്ക് മാത്രമേ അവിടെ വന്നുള്ളൂ.
അല്ലാതെ മുസ്ലിം എന്നുള്ള പദം പ്രയോഗിച്ചിട്ടില്ല. ഇല്ല. വ്യക്തമായിട്ട് അറിയാം. കാരണം തിരുവനന്തപുരത്ത് 4 ദിവസത്തിന് മുമ്പ് 11-ാം തീയതി 11/4 വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് പൂജപ്പുര മൈതാനത്ത് ബഹൻകുമാരി മായാവതിജി വന്ന് നീണ്ട ദീർഘമായ പ്രസംഗം നടത്തി. നേരിട്ട് എയർപോർട്ടിൽ നിന്ന് വന്നു, അതേപോലെ തന്നെ എയർപോർട്ടിൽ തിരിച്ചു പോവുകയും ചെയ്തിട്ട് ലക്നൌവിൽ പോയ സമയത്ത് ആ നടത്തിയ 30 മിനിറ്റ് ഉള്ള പ്രഭാഷണം ഞാനാണ് പരിഭാഷപ്പെടുത്തിയത്. അപ്പൊ എനിക്കറിയാം അതിനകത്ത് ഒരു വാക്ക് പോലും മുസ്ലിം എന്നുള്ള പദപ്രയോഗം ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മൾ പറയാറുണ്ട്, കിട ക്യാമ്പുകളിലൊക്കെ എടുക്കാറുണ്ട്, നമ്മുടെ 85% വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക എന്ന് പറയുമ്പോൾ മറ്റേ വാക്കും കൂടെ പറഞ്ഞുകൊണ്ട് മതന്യൂനപക്ഷ വിഭാഗക്കാർക്ക് അവർക്ക് 4% സ്വത്തേ ഉള്ളൂ, മറ്റുള്ളവർക്ക് 96% സ്വത്തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്ലാസ്സിലെടുക്കുകയാണെങ്കിലും ഈ പദപ്രയോഗം ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടം വന്നതിന് ശേഷം ഒരു കാരണവശാലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞാനാണ് അത് പരിഭാഷപ്പെടുത്തിയത്. അത് എൻ്റെ കേട്ടിരുന്ന എല്ലാവരും പറയാറുണ്ട്, ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. അലി വേഴ്സസ് ബജരംഗ് ബലി, അത് ദളിതനാ എന്ന് പറയുന്നു. കുഴപ്പമില്ല, അത് ജാതിയൊന്നുമല്ല. ദളിതർക്ക് ജാതിയൊന്നുമില്ലല്ലോ, ജാതി മാത്രമല്ലേ ഉള്ളൂ ഇന്ത്യയിൽ. അക്കാരണത്താൽ ഈ ജാതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥ ഇവിടെ നിൽക്കുന്ന സമയത്ത് പണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ഇത് ചിത്രപഥം എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാവപ്പെട്ടവൻ എന്ത് കാര്യം പറഞ്ഞാൽ പാവപ്പെട്ടവനല്ല, ഈ 85% വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും ആരോപിക്കപ്പെട്ടാൽ മതി അവന് ചിത്രപഥം കൊടുക്കുകയും മറ്റേ 10% ആൾക്കാർ എന്ത് പറഞ്ഞിരുന്നാലും അല്പസമയം കണ്ണ് കെട്ടിയിട്ട് നീ പൊക്കോ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്ന നമ്മുടെ മനുസ്മൃതിയുടെ ഒരു തുടക്കം തന്നെയാണ് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. ഏത് ഫീൽഡ് നോക്കൂ, ഈ സിസ്റ്റം പിരമിഡൽ സ്ട്രക്ചർ അത് നിലനിൽക്കുന്നു. അത് ഏത് സംവിധാനം വന്നാലും മതി, എഡ്യൂക്കേഷൻ ആകട്ടെ, കോടതി ആകട്ടെ, മിലിറ്ററി ആകട്ടെ, ഏത് സ്ഥലത്തും ഈ സിസ്റ്റം തന്നെ നിലനിൽക്കുകയാണ്. ആ സിസ്റ്റത്തിന് മാറ്റം വന്നല്ലാതെ ഇതുപോലെയുള്ള മൈൻഡ് സെറ്റ് മാറത്തില്ല. അത് ദളിത് പക്ഷ രാഷ്ട്രീയവും ന്യൂനപക്ഷ രാഷ്ട്രീയവും പാർശ്വവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയവും ഒക്കെ പറയുന്ന മുമ്പോട്ട് വെക്കുന്ന കാരണങ്ങളാണ്. ശരിയായിരിക്കാം. പക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിഭാഗീയപരമായി മായാവതി ഉന്നയിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മായാവതിക്കെതിരെ യോഗിക്കൊപ്പം എടുത്ത നടപടിയെ BSP എങ്ങനെ കാണുന്നു? അല്ല, ഇല്ല എന്നുള്ളതാണ്. കാരണം വ്യക്തമായിട്ട് ഞാനും അത് കേട്ടു. ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നല്ല കാര്യമാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ശിക്ഷ നൽകുന്ന ഒരു സംവിധാനം, ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ജനം തയ്യാറാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, അപ്പോൾ യോഗിക്കെതിരെ എടുത്ത നടപടിയെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? യോഗി എവിടെയാണ്? ബഹൻകുമാരി മായാവതിജി എവിടെയാണ്? പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ബഹൻകുമാരി മായാവതിജി എവിടെയാണ്? ഈ എവിടെ നമ്മൾ കണ്ടല്ലോ, അവിടെ ഗോരഖ്പൂരില് ഇത്രയും വന്ന് ആ സ്വന്തം സ്ഥലത്ത് 4 ലക്ഷം വോട്ട് ഇല്ലാതായി പോയിട്ട് ഉള്ള അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യുന്നത് എവിടെയാണ്? യോഗി ആദിത്യനാഥ് നാളെ ഒരുപക്ഷെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാം. ആകുന്ന സമയത്ത് കാരണം ഇത് ഒരു തവണയല്ലേ യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായത്? ബഹൻകുമാരി മായാവതിജി 4 തവണ. അത് കൂട്ടുകെട്ട് മന്ത്രിസഭയല്ല, ഒറ്റയ്ക്ക് അവസാനം ഭരിച്ച ഒരു ഇതാണ്. കമ്പയർ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തം. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ, ഈ കാര്യത്തെപ്പറ്റി വ്യക്തമായിട്ട് ബഹൻകുമാരി മായാവതിജി ഇന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ 9 മണിക്ക് നാഷണൽ ചാനലുകളിലൊക്കെ തന്നെ നല്ല സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി 9 മണിക്ക് ബഹൻകുമാരി മായാവതിജി ഈ വിഷയത്തെപ്പറ്റി വ്യക്തമായി നേരിട്ട് എല്ലാ ചാനലുകളോടും ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് അത് പറയും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും. ശ്രീ അനിൽ ബോസ്, കോൺഗ്രസ് പ്രതിനിധി, AICC നിരീക്ഷകനായി കർണാടകയിലുള്ള ശ്രീ അനിൽ ബോസ്, താങ്കൾക്ക് കേൾക്കാമോ? അതായത് ഇന്ന് യോഗി ആദിത്യനാഥിനും മായാവതിക്കുമെതിരെ ഒരു നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുകയാണ്. 3 ദിവസത്തെ വിലക്ക്. ആ വിലക്ക് മതിയോ യഥാർത്ഥത്തിൽ ഒരു ചട്ടലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ? അഥവാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായി എല്ലാ തലങ്ങളിലെയും ചട്ടലംഘനം കാണുന്ന രീതിയിൽ സ്പർശിച്ചിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം? എന്താണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? എങ്ങനെ കാണുന്നു? അല്ല, ഇതിന്റെ അകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും രാഷ്ട്രീയവൽക്കരിച്ച് കൃത്യമായി അവരെ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രദാനം ചെയ്യുന്ന പാർട്ടിയുടെ നേതൃത്വവും നിയന്ത്രിക്കുന്ന തലത്തിലാണ് ഇപ്പോൾ ഓരോ ദിവസത്തെയും നടപടിക്രമങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചട്ടലംഘനം എന്ന നിലയിൽ നിരവധി പരാതികൾ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഉണ്ടാകുന്നു. പരാതികൾ ഒരു തുടർക്കഥയാകുന്നു എന്നതിനപ്പുറം
യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം മറികടക്കുന്നതിനെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വെറും പ്രഹസനമായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ സൈനികരുടെ പേരിൽ വോട്ട് ചോദിക്കുന്ന നടപടിയുടെ പേരിൽ ലത്തൂരിൽ മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയ പ്രസംഗം വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നതിനപ്പുറം തുടർ ആക്ഷൻ എന്താണ് വേണ്ടത്? അതിന് മാതൃകാപരമായ ശിക്ഷാ നടപടി എന്താണ്? അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഫോളോ അപ്പ് വർക്ക് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടായോ? അപ്പൊ ഈ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ ചിത്രദുർഗയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ നരേന്ദ്രമോദി അദ്ദേഹത്തോടൊപ്പം വന്നതിൽ നിന്നും വലിയ പെട്ടിയുമായി അത് കടത്തിക്കൊണ്ട് പെട്ടികളുമായി ഇന്നോവയിലേക്ക്, അത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഇല്ലാത്ത വാഹനത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് വളരെ കൃത്യമായ തെളിവ് സഹിതം വീഡിയോ സഹിതം പുറത്തു വന്നിരിക്കുന്നു. അത് സംബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷർക്ക് കോൺഗ്രസ് ഇവിടെ പരാതി നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന ഓരോ പരാതികളോടും കാണിക്കുന്ന അലംഭാവം എന്ന് പറയുന്ന അടിസ്ഥാനം ഉദ്യോഗസ്ഥരെ മുഴുവൻ ചൊൽപ്പടിയിൽ നിർത്താൻ കഴിയുന്ന രാഷ്ട്രീയ ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഈ ഗവൺമെന്റിനെതിരെ ഇത്രയും വ്യാപകമായ ജനവികാരം ഉയരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തന്നെ ഇത്തരം നടപടികളാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിലനിന്ന് വന്നിരുന്ന എല്ലാ സാമ്പ്രദായിക ക്രമങ്ങളെയും ജനാധിപത്യ ക്രമങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് തികച്ചും ഏകപക്ഷീയമായി എല്ലാ സിസ്റ്റത്തെയും, കോടതികളെ, ഇലക്ഷൻ കമ്മീഷനെ, അതുപോലെ തന്നെ വിജിലൻസ് കമ്മീഷനെ, CBI തുടങ്ങി എല്ലാ സംവിധാനങ്ങളെയും ഒരുപോലെ രാഷ്ട്രീയവൽക്കരിച്ച് ഇതെല്ലാം സംഘപരിവാർ ശക്തികളുടെ അനിൽ ബോസ്, അതായത് ഈ പ്രധാനമന്ത്രി ചട്ടലംഘനം നടത്തി എന്നുള്ളത് അടക്കമുള്ള നിങ്ങളുടെ വാദങ്ങൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ അതൊരു ചട്ടലംഘനമല്ല, അത് നിങ്ങളുടെ രാഷ്ട്രീയ വേർഷൻ മാത്രമാണ് എന്നതാണ് ഇവിടെ BJP ആരോപിക്കുന്നത്. യോഗി ആദിത്യനാഥ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര ബോഡിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെക്കുറിച്ച് നടപടിയെടുത്തു. അതിനെ ഞങ്ങൾ ആ അർത്ഥത്തിൽ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ എല്ലാവരെയും, പ്രധാനമന്ത്രി അടക്കമുള്ള, മോദി അടക്കമുള്ള എല്ലാവരെയും ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പ്രാപ്തമല്ല. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്നാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇന്ന് ഹിമാചൽ പ്രദേശിലെ BJP പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. ഞാനത് ഇവിടെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും പറയാതെ നിവൃത്തിയില്ല. ഒരു രാഷ്ട്രീയ രംഗത്ത് സ്വീകരിക്കേണ്ട കേവല മര്യാദ എന്നുള്ളതല്ല, സ്വന്തം ഒരു പിതാവിന്റെയോ മാതാവിന്റെയോ ആ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന, അവരെ അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുന്ന, അവരുടെ വികാര പ്രകടനങ്ങളെ, സ്നേഹപ്രകടനങ്ങളെ ഒക്കെ ആദരിക്കുന്ന ഒരു നാട്ടിൽ എത്ര സംസ്കാര ശൂന്യമായ പദപ്രയോഗമാണ് തെരഞ്ഞെടുപ്പ് വേദിയിൽ ഇന്ന് BJPയുടെ ഹിമാചൽ പ്രദേശിൽ ഉന്നയിച്ചിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ അതായത് നമ്മളൊക്കെ ഏറ്റവും സമാധാനപ്രിയരായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ചെവിക്കൽ അടിച്ചു പൊട്ടിക്കേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. എന്ത് സമാധാനവും ഗാന്ധിസവും പറഞ്ഞാലും ഇവന്റെയൊക്കെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കേണ്ട സമീപനമാണ് BJPയുടെ നേതാക്കൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനിൽ ബോസ്, നെഹ്റു കുടുംബത്തെ കുറിച്ചാണോ പറഞ്ഞത്? നെഹ്റു കുടുംബത്തെയാണോ അധിക്ഷേപിച്ചത്? രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചുകൊണ്ട് ഉപയോഗിച്ച പദപ്രയോഗം എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്നു, ഒരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ പറയുന്നു, ഞാൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുന്ന് ആഗ്രഹിക്കുന്നു. എന്റെ അടുത്തങ്ങനാണ് ഞാൻ അത്രയ്ക്ക് സംസ്കാരമില്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് പോലും ഈ ഇലക്ഷൻ കമ്മീഷന്റെ ആളുകൾ ഈ പറയുന്ന നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നു. വളരെ ദുഃഖത്തോടുകൂടി വളരെ മ്ലേച്ഛമായ പദപ്രയോഗങ്ങൾ ഈ നിലയിലാണ്. അത് പ്രധാനമന്ത്രി മാത്രമാണോ, പാർട്ടി പ്രസിഡന്റ് മാത്രമാണോ, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാർ മാത്രമാണോ? ഒരു സംസ്കാരമില്ലേ നമ്മുടെ രാജ്യത്തിന്? ആ എല്ലാ സംസ്കാരങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഇത്രയും നികൃഷ്ടമായ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടം ആളുകൾ ഇനിയും ഈ രാജ്യത്ത് തുടരണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? തീർച്ചയായും അനിൽ ബോസ് തിരിച്ചെത്താം, തീർച്ചയായും എത്താം. ശ്രീ അജിത് ലോറൻസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീ അജിത് ലോറൻസ്, അതായത് ഇത്തരത്തിൽ ഒരു ആരോപണം സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം വളരെ വിവാദമായ പല തെരഞ്ഞെടുപ്പുകളുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തവർ പറയാത്ത തരത്തിലാണ് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കപ്പെടുന്നത്. കാരണം അത്രയേറെ വിഭാഗീയത വരുന്നു, അത്രയേറെ മതം കലർത്തപ്പെടുന്നു, അത്രയേറെ ഈ സെൻസിറ്റീവായ വിഷയങ്ങൾ അത്രയേറെ തെരഞ്ഞെടുപ്പ് വേദികളിൽ വളരെ ബോധപൂർവം വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് ഉപയോഗിക്കുന്നു. പണാധിപത്യമാണ് ഈ തെരഞ്ഞെടുപ്പ് വേദിയെ മതിക്കുന്നത് എന്ന ആരോപണം ശക്തമാകുന്നു. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് പോലും 2 പെട്ടികൾ
അനധികൃതമായി കടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തെത്തുന്നു. ഒപ്പം ഒരു തെരഞ്ഞെടുപ്പിലും ഇത്രയേറെ നാം കണ്ടിട്ടുണ്ട്. TN ശേഷന് ശേഷമാണ് ഇത്തരത്തിലൊരു സ്ഥാനം തന്നെ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ അതിനൊക്കെ ഉപരി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വല്ലാതെ വിമർശിക്കപ്പെടുന്നൊരു വേളയുണ്ട്. ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒപ്പം ഇവിടെ ശ്രീധരൻ പിള്ള ഉപയോഗിച്ചത്, അതായത് തുണി ഉരിഞ്ഞ് നോക്കണം എന്ന അർത്ഥത്തിൽ ജാതിയെ പരാമർശിക്കുന്ന രീതിയിൽ പറയുന്നു, സൈന്യത്തെ ഉപയോഗിക്കുന്ന തരത്തിൽ പറയുന്നു. മേനകാ ഗാന്ധിയാണെങ്കിൽ അതിനേക്കാൾ ഒപ്പുറം കടന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മനേകാ ഗാന്ധിയുടെ മകൻ പണ്ട് അദ്വാനിയെ മുൻനിർത്തി BJP വരുന്ന സമയത്ത് പാകിസ്ഥാനിലേക്ക് പോകണം ന്യൂനപക്ഷം എന്ന അർത്ഥത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ തുടങ്ങിയത്. അത് വലിയ വിവാദമായതാണ്. ഈ അർത്ഥത്തിൽ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അന്നേരം ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അതിനൊക്കെ അവരവരുടെ പാർട്ടി അംഗീകരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കപ്പെടുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തത് എന്താണ്? ശരി, യോഗി ആദിത്യനാഥിനെതിരെയോ മായാവതിക്കെതിരെയോ നടപടിയെടുത്തു. അവിടെ ചട്ടലംഘനം സംഭവിച്ചിട്ടുണ്ട്. കോടതി അത് വിമർശിക്കുന്ന വേളയിലാണ് പെട്ടെന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നത്. അതിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്, അതിൽ തന്നെ ഒരു കൃത്രിമത്വമുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് എന്താണ്? 3 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്ക്. ഇത് യോഗ്യമായൊരു നടപടിയാണോ? ക്രിമിനൽ നടപടിക്രമങ്ങളടക്കം അനുസരിച്ച്, അയോഗ്യത അടക്കം അനുസരിച്ച് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്? ഇത്യാദി ചോദ്യങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയ രംഗം ഉന്നയിക്കുന്നത്. ഇവിടെ എന്താണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ നിരീക്ഷണം? അജിംഷാദ്, അതിനകത്ത് നമ്മൾ ഇവിടെ ഇപ്പോൾ സംസാരിച്ച എല്ലാവരും തന്നെ പ്രതിനിധാനം ചെയ്യുന്നത് BJPക്ക് എതിരായിട്ടുള്ള വക്താക്കളോ അല്ലെങ്കിൽ അതിൻ്റെ പാനലിസ്റ്റുകളായിട്ടാണ്. ശ്രീകുമാർ മാത്രമേ BJPയെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ശ്രീകുമാർ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, യോഗി ആദിത്യനാഥിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ എടുത്തിരിക്കുന്ന നടപടി, അവിടെ അദ്ദേഹം ചട്ടലംഘനം നടത്തി എന്നുള്ളതുകൊണ്ട് നടപടി എടുത്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്തിന് പ്രധാനമന്ത്രിക്കെതിരെ എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് അവർക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു. നമ്മളത് മനസ്സിലാക്കേണ്ടത്, പാർലമെന്ററി ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥമായിട്ടുള്ള കുറേയധികം ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അതിലെ ഏറ്റവും തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് ഏറ്റവും വലിയ പരമാധികാരമുള്ള ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അദ്ദേഹത്തിന് ആണ് ഏറ്റവും വലിയ കാവലാളായിട്ട് ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ ബാധ്യതയുള്ളത്. അവരെ പോലും നിരീക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ള ഒരു സ്ഥാപനമാണ് സുപ്രീം കോടതി. അപ്പോൾ അതിനകത്ത് ഈ നേരത്തെ അജിംഷാദ് തന്നെ സൂചിപ്പിച്ചതും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ നിരവധി പ്രസ്താവനകളുണ്ടായി. പക്ഷേ അതിന് ശ്രീകുമാർ പറഞ്ഞു പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞു, വർഗീയ ധ്രുവീകരണത്തിനോ വിഭാഗീയതയോ പറഞ്ഞെന്നുള്ളതിലേക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതുകൊണ്ടാണെന്ന് പറയുന്നു. നമ്മളത് മനസ്സിലാക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും നമുക്ക് ചിന്തിക്കാനുള്ളത് ഒരു കാര്യമുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയാണ് എന്നുള്ളതാണ്, അല്ലാതെ ഉള്ള സ്ഥാനം രാജിവെച്ചിട്ട് നിൽക്കുന്ന ഒരാളല്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ തന്നെ ആ രീതിയിലേക്കൊരു നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണത്. അതാണ് നമ്മളത് കാണേണ്ടത്. പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു ആശ്വാസം നൽകുന്ന ഒരു സ്ഥാപനം അപ്പോഴും നമുക്കിവിടെ ഉണ്ട്, സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട് ജനാധിപത്യത്തെ, സുപ്രീം കോടതിയാണ് അവർക്ക് അത്തരത്തിൽ ട്രിഗർ ചെയ്യാൻ, അവരുടെ അധികാരത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്ന രീതിയിൽ സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥിനും മായാവതിക്കും എതിരെ എടുത്തിരിക്കുന്നത്. മായാവതിയുടെ കാര്യം ഇവിടെ ശ്രീ സുധാകർ പറഞ്ഞത് ഒരു ചെറിയ കറക്ഷൻ എനിക്ക് പറയാനുണ്ട്. ഏപ്രിൽ 7-ാം തീയതി ലക്നൌവിൽ നടത്തിയൊരു പ്രസ്താവനയാണ്. ഏപ്രിൽ 7 കേരളത്തിലല്ല, ഏപ്രിൽ 7-ന് മായാവതി അവിടെ പറഞ്ഞിരിക്കുന്നു മുസ്ലിങ്ങളായിട്ടുള്ളവർ, കാരണം BSP പ്രതിനിധാനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പിന്നോക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയുമാണ് എന്നുള്ളത് തന്നെയാണ് അവരുടേത്. അവർക്ക് അതിനകത്ത് മറ്റൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ BSPക്ക് വോട്ട് ചെയ്യണം, BSP SP തുടങ്ങിയ സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അവരത് തിരിച്ചു പറയുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിലോ ഒരിടത്തും മാപ്പ് ചോദിക്കാനോ അതിനുവേണ്ടി ട്രയലിനോ പരീക്ഷണത്തിനൊന്നും വരാനും തയ്യാറല്ല എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ആരും അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശ്രീ സുധാകർ ഓർക്കണം, അത് 7-ാം തീയതി ഏപ്രിൽ 7-ന് അങ്ങനെ അവർ പറഞ്ഞൊന്നും അവർ തന്നെ ഓൺ ചെയ്യുന്നുണ്ട്, അവരെ നിഷേധിക്കുന്നില്ല. അപ്പോൾ അവർക്കെതിരെ എടുത്ത നടപടി ശരിക്കും ശരിയാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ അദ്ദേഹവും നിഷേധിച്ചിട്ടില്ല, അദ്ദേഹത്തിനും 3 ദിവസത്തെ വിലക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മളിവിടെ കാണുന്നത് കേരളത്തിൻ്റെ കാര്യം കൂടെ നമ്മൾ എടുക്കുമ്പോൾ, പക്ഷേ അനിൽ ബോസ് സൂചിപ്പിച്ച കാര്യമല്ലേ നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, അതാ ഞാൻ പറഞ്ഞു വരാം. വീഡിയോ ഉണ്ട്, പണ്ടത്തെ പോലെ പത്ര റിപ്പോർട്ടിംഗ് മാത്രമല്ല, വീഡിയോ
അടക്കം പുറത്തെത്തുകയാണ്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് യോഗിക്കെടുത്ത അതേ ക്രൈറ്റീരിയ ഇവിടെ അപ്ലൈ ചെയ്തില്ല? അതാണ് അദ്ദേഹം അത് സുധാകർ പറഞ്ഞതുപോലെ ഇത് മതിയോ ശിക്ഷ? അല്ല, അങ്ങനെയല്ല. അതാണ് നമ്മൾ 3 ദിവസം മാറ്റി നിർത്തിയാൽ അതൊരു മാതൃകാ ശിക്ഷയാണോ? അല്ല അജിംഷ, അതായത് സബ്സെക്വന്റ് ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇലക്ഷൻ പ്രചരണത്തിന്റെ കാലത്ത് തന്നെ സബ്സെക്വന്റ് ആയിട്ട് പലയിടത്തും പ്രധാനമന്ത്രിയും പാർട്ടി പ്രസിഡന്റും BJP ദേശീയ പ്രസിഡന്റും തന്നെ അത്തരം പരാമർശങ്ങൾ നടത്തുന്നു. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വയനാട്ടിലുള്ള രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പറഞ്ഞത് മെജോറിറ്റിയായ ഹിന്ദുക്കളെ ഭയന്നുകൊണ്ട് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിരിക്കുന്ന വയനാട്ടിൽ വന്നു മത്സരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് തന്നെ അവിടെ തന്നെയാണ് ധ്രുവീകരണവും വിഭാഗീയതയും വിഘടനവാദവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതെല്ലാം പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഇലക്ഷൻ കമ്മീഷൻ അത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഈ നേരത്തെ അനിൽ ബോസ് പറഞ്ഞത് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും തന്നെ പ്രധാനമന്ത്രിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രീതിയിലേക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു തെളിവാണ്. ശ്രീകുമാർ, അതായത് ഇവിടെ ഈ കമ്മീഷന്റെ നടപടിയിലെ വൈകല്യങ്ങൾ, അനാരോഗ്യതകൾ ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഒന്ന്, ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു പ്രശ്നം എന്നത് ഇതാണ്. അതായത് ഈ യോഗി ആദിത്യനാഥിനെതിരെ എടുത്ത നടപടി ഇത് മതിയോ എന്നുള്ളതാണ് വിഭാഗീയത പറയാൻ. 2, കോൺഗ്രസ് ഉന്നയിച്ചതാണ്. അതായത് ശ്രീധരൻ പിള്ള കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടക്കം പറഞ്ഞു, മനേകാ ഗാന്ധി അവിടെ പറഞ്ഞു. ഇങ്ങനെ വർഗീയത പച്ചയായി പറയുകയാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും ഇങ്ങനെ നടന്നിട്ടില്ല. ഇതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ്. ഇങ്ങനെ ഒരു സമീപനമുണ്ട്. യോഗി ആദിത്യനാഥിന് അപ്ലൈ ചെയ്ത അതേ മാനദണ്ഡമാണ് എങ്കിൽ അവിടെ മോദിയും ശ്രീധരൻ പിള്ളയും അങ്ങ് മനേകാ ഗാന്ധിയും അടക്കമുള്ളവരൊക്കെ കൊടുക്കും. പക്ഷേ അവരെ ഒന്നും കൊടുക്കുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയില്ല. അതിൻ്റെയൊക്കെ പ്രതിനിധിയായി യോഗി ആദിത്യനാഥിന് മാത്രമെതിരെ നടപടിയെടുക്കുന്നു. എന്താണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്? ജാതിപരമായ പരാമർശം. സൈന്യത്തെ അടക്കം മോദി സേന എന്ന് വിളിച്ചത്. ഇതുപോലെ സൈന്യത്തെയും ഇതുപോലെ ഉപഗ്രഹങ്ങളെയും ഉപഗ്രഹവേദ സംവിധാനങ്ങളെയും ഒപ്പം മുസ്ലിം മതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മറ്റുള്ള BJP നേതാക്കന്മാരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ യോഗി ആദിത്യനാഥ് ചെയ്തത് തെറ്റാണെങ്കിൽ അതേ മാനദണ്ഡത്തിലല്ലേ ഇതെല്ലാം വരുന്നത്? ഒന്ന്. രണ്ടാമത്തെ വിഷയം, യോഗി ആദിത്യനാഥിനെതിരെ എടുത്ത നടപടി ഇത് മതിയോ? 3 ദിവസത്തേക്കുള്ള വിലക്ക്, അത് യഥാർത്ഥത്തിൽ ഒരു നല്ല ചോദ്യമല്ലേ? അതിനെ BJP ആ അർത്ഥത്തിൽ അഡ്രസ് ചെയ്യാത്തത് എന്താണ്? അല്ല, ഇത്രയും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ബ്രേക്ക് ചെയ്താൽ അതിന് വധശിക്ഷയാണോ കൊടുക്കേണ്ടത്, ജീവപര്യന്തമാണോ കൊടുക്കേണ്ടത്, അല്ലെ എന്താണെന്നുള്ള കാര്യം നമുക്കറിഞ്ഞുകൂടല്ലോ. അതിന് ശിക്ഷ കൊടുക്കാനുള്ള അതോറിറ്റി ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മളിപ്പോൾ അവർക്ക് അല്ല യോഗിയെ തൂക്കിക്കൊള്ളണം എന്ന് പറയാൻ പറ്റുമോ? അതിന്റെ മാക്സിമം ശരിയാണ്. പക്ഷെ അവിടെ വിമർശിക്കപ്പെടുന്നു. ആ ചോദ്യത്തിന്റെ സ്പിരിറ്റ് എന്നത് ഇതാണ്. അതായത് കമ്മീഷനെ സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഒരു സ്വതന്ത്ര ബോഡിയുടെ സ്വഭാവം അത് കാണിക്കുന്നില്ല. അത് ചില സമയങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു, ചില സമയങ്ങളിൽ ശാസനയിൽ നിൽക്കുന്നു, ചില സമയങ്ങളിൽ ഉപദേശങ്ങളിൽ നിൽക്കുന്നു, ചില സമയങ്ങളിൽ ഈ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക്, കൃത്രിമമായ സന്തുലിത വരുത്തുന്ന തരത്തിലേക്ക് അത് നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇതൊക്കെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും ഇറക്കിയ സംഘ് പരിവാറിന്റെ പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് രാജ്യം ആശങ്കപ്പെടുന്നു. അതാണ് ചോദ്യത്തിന്റെ സ്പിരിറ്റ്. ശ്രീകുമാറിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ BSPയുടെയും ഒക്കെ BJP വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളൊക്കെ രാഷ്ട്രീയം പറയാൻ വേണ്ടി ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ യോഗി ആദിത്യനാഥിനെ നടപടിയെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ എത്ര ദിവസമാണ് ബാൻ ചെയ്യുക, എത്ര ദിവസമാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബാൻ ചെയ്ത്. അതൊരു നിയമവും ചട്ടവും അനുസരിച്ചായിരിക്കും, അല്ലാതെ ഒരു ഉദ്യോഗസ്ഥ താല്പര്യം അനുസരിച്ചായിരിക്കത്തില്ല. ഇങ്ങനത്തെ കേസുകളിൽ അതായിരിക്കും എന്റെ ചെയ്യാവുന്ന കമ്മീഷൻ ചെയ്യാവുന്ന നടപടി. അത് ചെയ്തു. കോടതിയുടെ ഒരു വിമർശനം വരികയാണ്. നിങ്ങളുടെ അധികാര പരിധിയെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണിത് എന്ന അർത്ഥത്തിലേക്ക് കോടതി ചോദിക്കുന്നത്. ഇനി അതിന് മേലിൽ വല്ലതും ചെയ്യാമായിരുന്നു, ചെയ്യേണ്ടത് തെറ്റിയെന്ന് പറഞ്ഞാൽ കോടതികളുണ്ടല്ലോ, കോടതി പോകാം. പിന്നെ സ്വാമിയെ ഈ ജാതിയും മതവും ഈശ്വരനൊക്കെ പറയുന്നത് കേട്ടാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ നടപടി വരില്ലേ ഇവിടെ കേരളത്തിൽ? പിന്നെ അൽബോസ് അദ്ദേഹം ഗാന്ധിയനാണ്, എല്ലാം സഹാക്കന്മാരോടൊപ്പം കൂട്ടുകെട്ടിയപ്പോൾ അദ്ദേഹം ഒരു കർണക്കുറ്റി കടിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ കർണക്കുറ്റിയല്ലേ ആദ്യം അടിക്കേണ്ടത്? നരേന്ദ്രമോദിയെ ബുച്ചർന്ന് വിളിച്ചതാരാ? പിന്നെ അതൊന്നും പറയണ്ട ഗാന്ധി. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് വ്യാപാരി എന്ന് വിളിച്ച അർത്ഥം
സോണിയാഗാന്ധി പറയുന്ന സമയം ഒരു വലിയ കലാപം അദ്ദേഹത്തിന്റെ പേരിൽ നടക്കപ്പെട്ട സമയത്താണ്. എന്ത് കലാപം? ഗുജറാത്ത് കലാപം ഓർമ്മയില്ലേ? അത് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ്. അദ്ദേഹം ആ കലാപത്തിന്റെ കാര്യമെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പ്രധാനമന്ത്രി കഴിഞ്ഞ ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്താണ് ബുച്ചെന്ന് വിളിച്ചത്, മരണത്തിന്റെ മൊത്ത വ്യാപാരി. ശരി, മായാവതിക്കെതിരെ ഈ 2 ദിവസം വിലക്കേർപ്പെടുത്തുന്നു, 3 ദിവസം യോഗി ആദിത്യനാഥിന് എതിരെ വിലക്കേർപ്പെടുത്തുന്നു. ഈ 2 ദിവസം മതിയോ യഥാർത്ഥത്തിൽ മായാവതിക്കെതിരെ? അങ്ങനെ ഒരു ജാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തക്കതായ ശിക്ഷ ക്രിമിനൽ അർത്ഥത്തിൽ കൊടുക്കേണ്ടേ? 1. 2, എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആകേണ്ടേ? ഇത് യോഗിക്ക് മാത്രം, മായാവതിക്ക് മാത്രം? ഞാൻ പറഞ്ഞതാണ്, മായാവതിക്ക് 2 ദിവസമേ കൊടുത്തുള്ളൂ, മോഡിക്ക് 3 ദിവസം കൊടുത്തു. മായാവതി അത് ഞാൻ അങ്ങനെ പറഞ്ഞായിട്ട് ഓൺ ചെയ്തു, എനിക്കത് പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഏതായാലും മായാവതി കൺട്രോൾ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലല്ലോ ഇത്. നിങ്ങൾക്ക് മായാവതി പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. എന്നിട്ട് പോലും മായാവതിക്ക് 2 ദിവസം എടുത്തുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മായാവതിക്കെതിരെ അത്ര നടപടി എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശമുള്ളൂ. അന്നായിരിക്കാം. എനിക്കെന്നെ എന്തൊക്കെയാണ് ഇവർക്ക് നടപടി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാറല്ലേ പറയട്ടെ, IAS-കാരനല്ലേ, സാർ പറയട്ടെ. അതുപോലെ ഞാൻ പറയാം, ഇങ്ങനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ അധികാരപരിധി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കേസുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാനും നടപടിയെടുക്കാനും ചില ലിമിറ്റേഷൻസ് കാണും. അത് മാറ്റാൻ വേറെ ഫോറത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അന്ന് വെച്ച് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് വേദിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ പേരിലല്ല ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കാനും നോക്കത്തില്ല. പ്രധാനമന്ത്രി പറഞ്ഞില്ല ഇവിടെ തെറ്റ്. ഇവരെന്താ പറയുന്നത്? പ്രധാനമന്ത്രി എന്ത് തെറ്റാ പറഞ്ഞത്? ശബരിമല അയ്യപ്പൻ എന്ന് ബാംഗ്ലൂരിൽ പോയി പറഞ്ഞതോ? കേരളത്തിൽ പറഞ്ഞില്ല, ബാംഗ്ലൂരിൽ പറഞ്ഞു. അതായത് ശബരിമലയുടെ പേര് കേരളത്തിൽ ഉപയോഗിച്ചാൽ പിടിച്ച് ജയിലിലിടും എന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നു. ഇവിടെ അത് സംസാരിക്കാതിരിക്കുന്നു. ഈ അർത്ഥത്തിൽ പ്രധാനമന്ത്രി ചെയ്തത് ഉപഗ്രഹവേദ സംവിധാനത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത്, സൈന്യത്തെ ബലാക്കോട്ടിൽ പോയി ആക്രമണം നടത്തിയ സൈനികന്റെ ഇതിൽ അഭിമാനം കൊള്ളണമെന്ന് പറയുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം ഇവിടെ രാജ്യത്ത് ഭരിച്ചതിന് ശേഷം ഒരു ഭീകരാക്രമണവും ഉണ്ടായിട്ടില്ല എന്ന പച്ചക്കള്ളം പറയുന്നു. ശരിയാണ്, രാഷ്ട്രീയ പ്രേരിതമായി കള്ളങ്ങൾ പറയുന്ന ഒരു സംവിധാനത്തെ സ്ക്രീൻ ചെയ്യാൻ ഒരു നടപടിയുമില്ല, അത് ജനം മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ജാതിയെയും മതത്തെയും സൈന്യത്തെയും കോടതി വിധികളെയും ഉപയോഗിക്കുന്നു. പ്രധാനമന്ത്രി അത് ഉപയോഗിച്ചു. എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ ആ നടപടിക്ക്? കോടതി വിധിയെ കള്ളത്തരം പറഞ്ഞതിന് ഇന്ന് പണി കിട്ടിയ ആരുടെ പേരറിയോ? രാഹുൽ ഗാന്ധി. റാഫേൽ ഷിജു ഖാൻ, ഈ അർത്ഥത്തിൽ സാങ്കേതികമായി കാണേണ്ട ഒന്നാണോ? നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ അധികാരത്തെ സംബന്ധിച്ച് ബോധ്യമില്ല എങ്കിൽ അതെന്താണ്? എവിടം വരെ എത്തും നിങ്ങളുടെ കാര്യം? ആ വിശദീകരണം നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട് ചോദിച്ചിട്ടുണ്ട്. കോടതി അത് വിശദീകരണം നാളെ നൽകുമായിരിക്കാം ഒരുപക്ഷെ കമ്മീഷൻ. ഈ അർത്ഥത്തിലുള്ള വലിയ പരാമർശങ്ങൾ രൂപം കൊള്ളുമ്പോൾ കോടതിയുടെ ഇടപെടലിന് ശേഷമാണ് നിങ്ങളൊക്കെ പറയുന്ന രാഷ്ട്രീയ ആരോപണത്തിന് യോഗിയെങ്കിലും പ്രതിയാക്കിയ ഒരു നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവിടെ തന്നെ എന്തെങ്കിലും അസ്വാഭാവികതയും ചീഞ്ഞുനാറ്റവും ബോധ്യമാകുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ രാഷ്ട്രീയമായി വിശദീകരിക്കുന്നത്? ഷിജു ഖാൻ. ജിംഷാദ്, എനിക്ക് ചർച്ച തുടങ്ങി ഒരു നീണ്ട നേരമായിട്ടും ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് അഭിപ്രായം പറയാൻ വളരെ കുറച്ച് സമയമേ കിട്ടുന്നുള്ളൂ. പറയൂ. ഇവിടെ നമ്മൾ ഈ കാണുന്നത് വളരെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ശ്രീകുമാർ, അദ്ദേഹം വളരെ നിസ്സാരമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത്. യോഗി ആദിത്യനാഥിനെ വധശിക്ഷ കൊടുക്കാൻ പറ്റുമോ, പ്രധാനമന്ത്രിയെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ എന്നൊക്കെയുള്ള വളരെ വളരെ നിസ്സാരമായ, വളരെ പരിഹാസപൂർണമായ ചില ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നിയമലംഘനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനങ്ങളെയും കുറിച്ച് ഈ ചർച്ചയുടെ അവതാരകനും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതേതര ചേരിയും മാത്രമല്ല വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി ഇന്ത്യൻ പ്രതിരോധ സേനയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ രാഷ്ട്രപതിക്ക് 150 പേരുടെ നിവേദനം എത്തി. അത് ശ്രീകുമാർ അറിഞ്ഞിട്ടുണ്ടോ? കരസേന, നാവികസേന, വ്യോമസേന മുൻ മേധാവികളടക്കമുള്ള മുതിർന്ന വിരമിച്ച സൈനികരാണ് ഈ പരാതി കൊടുത്തത്. എന്താ കാര്യം എന്നറിയാമോ? നിവേദനത്തിൽ ഇപ്പോ ഗാസിയാബാദിലും ഗ്രേറ്റർ നോയിഡയിലുമൊക്കെ ഈ യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നത് മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾ ഭീകരവാദികൾക്ക് ബിരിയാണി വെച്ചു കൊടുക്കുന്നവരും ഇന്ത്യൻ സേനയെ, ഇന്ത്യയുടെ വ്യോമസേനയാവട്ടെ, നാവികസേനയാകട്ടെ, ഇന്ത്യയിലെ കരസേനയാകട്ടെ മോദി സേന എന്ന് വിളിക്കാൻ ആരാണ് ഈ യോഗി ആദിത്യനാഥിന് അവകാശം കൊടുത്തത്? അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? അതുപോലെ തന്നെ സൈനിക യൂണിഫോമുകൾ ധരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനന്റെ ഫോട്ടോകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നു. ഇത് നിസ്സാരമാണോ? കരസേന മുൻ മേധാവികളായ സുനീത് ഫ്രാൻസിസ് റോഡ്രിഗസ്, ശങ്കർ റോയ് ചൌധരി, ദീപക് കപൂർ
മുൻ നാവികസേന മേധാവിമാരായിരുന്ന ലക്ഷ്മി നാരായണൻ, രാംദാസ്, വിഷ്ണു ഭാഗവത്, അരുൺ പ്രകാശ്, സുരേഷ് മേത്ത, മുൻ വ്യോമസേനാ മേധാവി NC സൂരി രാഷ്ട്രപതിക്ക് നിവേദനം കൊടുത്തിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യൻ സേനയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ശ്രീകുമാർ ഇത് അറിയുന്നില്ല. മറ്റൊരു പ്രധാന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. കോൺഗ്രസ് ഇപ്പോ ഈ ചർച്ചയിലൊക്കെ വന്ന് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ അനിൽ ബോസ് പിന്നെ നിരാശപ്പെടുകയാണ്. കോൺഗ്രസ് എവിടെയാണ്? കോൺഗ്രസിന്റെ ആ ഘട്ടത്തിലല്ലേ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ അമിത്ഷാ വയനാടുകാരെ അപമാനിച്ചത്, വയനാടിനെ പാകിസ്ഥാനുമായി ഉപമിച്ചത്? കോൺഗ്രസ് BJPയോട് കോംപ്രമൈസ് ചെയ്യല്ലേ? അവർ ശക്തമായൊരു നിലപാടെടുത്തോ? ഈ കേരളത്തെയും വയനാടിനെയും ഒക്കെ പാകിസ്ഥാനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്വേഷജനകമായ പ്രസ്താവന വന്നപ്പോ എവിടെയാണ് കോൺഗ്രസ്? എവിടെയായിരുന്നു കോൺഗ്രസ്? മറ്റൊന്ന്, പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ ചോദിച്ചു പ്രധാനമന്ത്രി എന്ത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് നടത്തിയെന്ന്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രി ഇപ്പൊ സ്ഥാനാർത്ഥിയാണ്. ഇന്ത്യയിലെ 543 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. വാരണാസിയിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയുടെ ഉപഗ്രഹ വേധ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തുന്നത്? ഔദ്യോഗിക പദവിയുടെ ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ എടുത്ത നിലപാട് അത്രയും പോരാ. കർശനമായ നിലപാടാണ് അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനെ സംബന്ധിച്ച പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, പിന്നെ പ്രധാനമന്ത്രി മറ്റൊരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചു, സൈനികർക്ക് പുൽവാമയിൽ കൊല ചെയ്യപ്പെട്ട സൈനികർക്ക്, ബലാക്കോട്ട് വ്യോമാക്രമണത്തിന് നേതൃത്വം കൊടുത്ത സൈനികർക്കാകട്ടെ ആദ്യ വോട്ട് എന്ന് പറഞ്ഞ് പരസ്യമായി തെരഞ്ഞെടുപ്പിൽ സൈനികരുടെ പേരിൽ വോട്ട് ചോദിക്കുകയാണ്. ഇത് നിസ്സാരമാണോ? വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നോ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നോ അല്ല ഞങ്ങളുടെ ആവശ്യം. ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണം, മതനിരപേക്ഷത പുലരണം. മേനകാ ഗാന്ധിയുടെ പ്രസ്താവന എന്താ? മുസ്ലിങ്ങൾക്ക് ഞാൻ സഹായം ചെയ്യണമെങ്കിൽ അവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പരസ്യമായി ഒരു പ്രസ്താവന നടത്തുകയാണ് മേനകാ ഗാന്ധി. ഇത് നിസ്സാരമാണോ ശ്രീകുമാറെ? ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ നിസ്സാരമായി കാണുന്നില്ല. ഈ രാജ്യത്തെ സാധാരണക്കാർ നിസ്സാരമായി കാണുന്നില്ല. പിന്നെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുണ്ട്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ചിട്ടുള്ള, ഭരണഘടനാ പദവി വഹിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ പറഞ്ഞതാണ്, ആരാധനാലയത്തിന്റെ പേരിൽ, ശബരിമലയുടെ പേരിൽ വ്യാജമായ പ്രചരണം നടത്തി വോട്ട് പിടിക്കുന്നത് ശരിയല്ല. അത് പ്രധാനമന്ത്രിക്ക് എങ്ങനെ വയലേറ്റ് ചെയ്യാൻ പറ്റും? അത് ശ്രീധരൻപിള്ളയ്ക്ക് എങ്ങനെ വയലേറ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ വയലേറ്റ് ചെയ്യാൻ അവകാശമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണം. ശ്രീധരൻപിള്ള എന്തൊരു പ്രസ്താവനയാണ് നടത്തിയത്? BJPയുടെ നേതാക്കന്മാർ മതന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റം വിദ്വേഷജനകമായ ഒരു പരാമർശമല്ലേ നടത്തിയത്? ഇത് വംശീയതയാണ്. BJP വംശീയത നടത്തുമ്പോൾ കോൺഗ്രസും മൗനാനുവാദം കൊടുക്കുക. കോൺഗ്രസ് നിലപാടെടുക്കുന്നുണ്ടോ? ഇല്ല. കാരണം BJPക്ക് പലയിടങ്ങളിലും കോൺഗ്രസുമായി അവിശുദ്ധ സഖ്യമുണ്ട്, അവിശുദ്ധ ബന്ധമുണ്ട്. മതന്യൂനപക്ഷത്തെയും ജനത്തെയും അവഹേളിക്കുന്നു, ജനാധിപത്യത്തെ അവഹേളിക്കുന്നു. കോൺഗ്രസ് BJPക്കെതിരെ ശബ്ദിക്കുന്നില്ല. സുനിൽ ബോസ് അന്ന് സ്വതന്ത്രമായ അഭിപ്രായം പറയൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനുമായി വയനാടിനെ ഈ അമിത്ഷാ ആക്ഷേപിച്ചപ്പോ നിങ്ങൾ എന്താ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തത്? ഈ തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങളുടെ നേതാവ് V ശിവൻകുട്ടിയാണ് ഇലക്ഷൻ കമ്മീഷന് പരാതിയുമായി പോയത്, ശ്രീധരൻപിള്ളയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഇലക്ഷൻ ഗൈഡ് ലൈൻ അനുശാസിക്കുന്നത് പോലെ ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം ലംഘിക്കാൻ പ്രധാനമന്ത്രിക്ക് അവകാശമില്ല, അമിത്ഷാക്ക് അവകാശമില്ല, മേനകാ ഗാന്ധിക്ക് അവകാശമില്ല, യോഗി ആദിത്യനാഥിന് അവകാശമില്ല. ഇത് നിസ്സാരമായ പ്രശ്നമല്ല. ഇത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്ത് മതിയാവും. അജിംഷാദെ, ഗൗരവപൂർവ്വം ഈ വിഷയത്തിൽ അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ നടപടിക്രമം എടുക്കേണ്ട ഏജൻസികൾ, രാജ്യത്തെ ഭരണഘടനാ ഉത്തരവാദിത്വം വഹിക്കുന്നവർ ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം. ഷിജു ഖാൻ, അനിൽ ബോസിലേക്ക് കൂടി നമുക്ക് പോകാം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇപ്പൊ രാജസ്ഥാന്റെ ഗവർണർ കല്യാൺ സിംഗ്, അദ്ദേഹം BJPയുടെ നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഗവർണറാണ്. അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയായി മോഡി വരണം, മോഡിക്ക് വോട്ട് ചെയ്യുമെന്നാണ്. സുരേഷ് ഗോപി BJPയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണല്ലോ. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ആളുകളുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പോലും കർശനമായ നിലപാട് സ്വീകരിക്കണം. മറ്റൊരാൾ ഈ UDFന്റെ സ്ഥാനാർത്ഥി, കൊല്ലത്തെ UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം പള്ളികളെയും ആരാധനാലയങ്ങളെയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രചരണം നടത്തുകയാണ്. അപ്പോ കോൺഗ്രസും UDFും വാസ്തവത്തിൽ ഇടതുപക്ഷത്തിനെതിരെ BJPയുമായി കൂട്ടുചേർന്നുകൊണ്ടാണ് പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നത്. ശ്രീ അനിൽ ബോസ്, പെട്ടെന്നൊന്ന് ചുരുക്കണം. അതായത് BJPയെ ശക്തമായി പ്രതിരോധിക്കാൻ കോൺഗ്രസും പരാജയപ്പെടുന്നു എന്നതാണ്. വയനാടിനെ വർഗീയമായി ആക്രമിച്ചപ്പോൾ
കൃത്യമായി പിണറായി വിജയൻ അതിനെതിരെ രംഗത്തെത്തി. പക്ഷെ കേരളത്തിലെയോ കേരളത്തിന് പുറത്തെയോ ഒരു കോൺഗ്രസ്സുകാരും എത്തിയില്ല. ഇതാണ് ഷിജു ഖാൻ പ്രധാനമായും മുമ്പോട്ട് വെച്ച ആരോപണം. ഈ അർത്ഥത്തിൽ നിങ്ങളും വർഗീയതയുമായി സമരസപ്പെടുന്ന ഒരു സമീപനം രൂപപ്പെടുന്നു. ഒപ്പം ശ്രീകുമാർ ചോദിച്ച ഒരു കാര്യം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ന് സുപ്രീം കോടതി ചില നോട്ടീസ് അയച്ചിട്ടുണ്ട്. കാരണം ഈ റഫേലുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ വിധിയുടെ പുറത്ത് നടത്തുന്നു. ഇതിനെക്കുറിച്ച് ഒന്ന് പെട്ടെന്ന് പ്രതികരിക്കണം പ്ലീസ്, സമയമില്ല. അനിൽ ബോസ്. തീർച്ചയായും അനിൽ ബോസിലേക്ക് പോകാനാകുന്നില്ല. ശ്രീ സുധാകരൻ IAS. ശ്രീ സുധാകരൻ, അതായത് ഈ അർത്ഥത്തിലുള്ള ഒരു പ്രചരണത്തെ രാജ്യത്തെ ആരോഗ്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് രീതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പിൽ വെക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യോഗ്യമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മായാവതിക്കെതിരെ ഏറ്റത് ഇരിക്കട്ടെ, യോഗി ആദിത്യനാഥിനെതിരെയും വന്നു. പക്ഷേ ഈ സമീപനത്തിൽ കൃത്യമായ ഒരു സത്യസന്ധതയും തെരഞ്ഞെടുപ്പിനെ നീതിപൂർവ്വം നടത്താനുള്ള ഒരു രീതി താങ്കൾ ഇതിൽ കാണുന്നുണ്ടോ? കമ്മീഷനിൽ ആ അർത്ഥത്തിൽ പ്രതീക്ഷ പക്ഷപാതപരമായ സമീപനം ആരെടുത്തിരുന്നാലും അത് ന്യായീകരിക്കാവുന്നതല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യാവുന്നുള്ള പക്ഷപാതപരമായ തീരുമാനം എടുക്കാവുന്നുള്ളത് ഇവിടുത്തെ വ്യവസ്ഥിതിയുടെ പരിപാടിയായിട്ട് മാത്രമാണ്. പിന്നെ നമ്മുടെ അജിത് ലോറൻസ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട്, അത് 7-ാം തീയതി ആണ് സംഭവം നടന്നത്, ലക്നൌവിലാണ്. ഞാൻ പറഞ്ഞത് 11-ാം തീയതി കേരളത്തിൽ വന്ന സമയത്ത് ഭാഷയിൽ ഞാൻ കേട്ടില്ലെന്നുള്ള അത്രേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി കൂടുതൽ ഇന്ന് ഒരു കാര്യം കൂടെ, ഇന്ന് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ബഹൻകുമാരി ശരിയാണ് മായാവതിയുടെ വിശദീകരണം അതേ സംബന്ധിച്ച് വരട്ടെ. എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ് നീതിപൂർവമായ ഒരു ജനാധിപത്യത്തെ സാധ്യമാക്കാൻ കാവലാളായി നിൽക്കേണ്ടത് കാവൽക്കാരല്ല, മറിച്ച് ചൗക്കിദാറുകളല്ല, മറിച്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ അർത്ഥത്തിൽ അവർ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്.